ഹലോ ഗൈസ്, ഇന്ന് നമുക്കൊരു നെയ്പത്തിരി ഉണ്ടാക്കിയാലോ. നെയ്യൊന്നും ഒഴിക്കാതെ നല്ലൊരു നെയ്പത്തിരി ഉണ്ടാക്കി എങ്ങനെ എടുക്കും നോക്കാം. അപ്പം നമുക്ക് നെയ്പത്തിരിക്കുള്ള മാവ് തയ്യാറാക്കാം. ഞാൻ ആദ്യം 2 തവി ചോറ് എടുത്തിട്ടിട്ട് അതിനൊപ്പം തന്നെ 1 കപ്പ് തേങ്ങ, അതിലേക്ക് ഒരു ചെറിയ ജീരകം 1 ടീസ്പൂണ്, പെരുംജീരകം 1 ടീസ്പൂണ്, ചെറിയ ഉള്ളിയാണെങ്കിൽ ഒരു 10 അല്ലി, വലിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം എടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ട് ഒരുപാട് അരഞ്ഞു പോകരുത്. ഞാൻ അരയ്ക്കുന്ന വീഡിയോ എനിക്കിടാൻ പറ്റിയില്ല. അപ്പം ഞാനിപ്പോൾ ഇതിനെ കുഴച്ചെടുക്കുന്നുണ്ട്. അരച്ച ശേഷം ഞാൻ കുഴച്ചെടുക്കുന്നതാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മളൊന്ന് ചപ്പാത്തിക്ക് ബോൾ പിടിക്കേണ്ട രീതിക്ക് നമ്മൊന്ന് അരിപ്പൊടി ചേർത്തിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാൻ 2 കപ്പ് അരിപ്പൊടി ചേർത്തുന്നുണ്ട്. നമുക്ക് അരിപ്പൊടിയൊക്കെ ചേർത്ത് നമുക്കൊന്ന് കുഴച്ചെടുത്തിട്ട് വരാം. ഓക്കെ. അപ്പോൾ ഞാൻ കുഴച്ചൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ എടുത്തിട്ട് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ കുഴയ്ക്കുമ്പോൾ ഇതേപോലെ കുഴയ്ക്കുക. ഒരുപാട് ലൂസാകരുത്, ടൈറ്റും ആകരുത്. അപ്പം ഞാൻ അതേപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് പരത്തി എടുക്കണം. ആദ്യം നമുക്ക് ചട്ടി ചൂടാകാൻ വെച്ചിട്ട് വരാം. അപ്പം ഞാൻ ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ചട്ടി ഏകദേശം ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ എണ്ണയൊന്ന് ചൂടായിട്ട് വരണം. അപ്പോഴേക്കും നമുക്കൊന്ന് മാവൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈം കൂടെ നമുക്കൊന്ന് മാവ് പരത്തിയെടുക്കാം. അപ്പോൾ മാവ് എടുക്കുന്ന സമയത്ത് കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുക. അപ്പോൾ വെള്ളമൊന്ന് നനച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് മാവൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ ബോളാക്കിയിട്ട് ഇലയിൽ വെച്ച് പരത്തിയെടുക്കുന്നുണ്ട്. ഇലയിൽ വെച്ചിട്ട് മറ്റൊരു ഇല കൊണ്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ അമർത്തിയിട്ട് പരത്തിയെടുക്കാം. റൗണ്ട് ഷേപ്പാക്കിയിട്ട് എടുക്കുക. റൗണ്ട് ഷേപ്പാക്കി എടുത്താൽ കാണാൻ നല്ല രസവും ഉണ്ടാകും, നല്ല ടേസ്റ്റുമാണ്. അപ്പം ഞാൻ ഇതെല്ലാം ഇതേപോലെ പരത്തി എടുത്തിട്ട് വരാം. ഏകദേശം ഞാൻ ഇതെല്ലാം പരത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്ക് എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് എല്ലാം ഓരോന്ന് ചുട്ടെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ അങ്ങനെ നെയ്പത്തിരിയൊക്കെ ചുട്ട് കഴിഞ്ഞു. നല്ല ടേസ്റ്റിയാണ്, ക്രിസ്പി ആയിട്ടുണ്ട്. കടയിൽ നിന്ന് വാങ്ങുമ്പോൾ പോലെ അല്ലെങ്കിലും എനിക്കറിയുന്ന രീതിക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് അറിയിക്കുക.